നമ്മുടെ ശരീരത്തിലെ എല്ലുകളുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, കയ്യിൻ്റെ എല്ലുമായി ബന്ധപ്പെട്ട്, കാലിൻ്റെ എല്ലുമായി ബന്ധപ്പെട്ടത്, അത് ബെൻഡായി കിടക്കുന്നത്, അത് ജന്മന വളഞ്ഞു കിടക്കുന്നവർ, മുതുക് വളഞ്ഞ് അതിൻ്റെ എല്ലുകളൊക്കെ ബെൻഡായിട്ടും വളഞ്ഞും കിടക്കുന്ന ആളുകൾ, എല്ലുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ. അതേപോലെ നമ്മുടെ ശരീരത്തിലെ ഇന്റേണൽ ഓർഗൻസ്, അവയവങ്ങളുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, കിഡ്നിയുമായി ബന്ധപ്പെട്ടത്, അതേപോലെ തന്നെ ലിവറുമായി ബന്ധപ്പെട്ടത്, ഇങ്ങനെ ഉള്ളിലുള്ള അവയവങ്ങളുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ. അതേപോലെ മുഴകൾ, ഇങ്ങനെ ചില പ്രത്യേക ഭാഗങ്ങളിൽ മുഴകൾ വന്ന് ഡോക്ടർക്ക് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, അത്തരം രോഗങ്ങൾ. ഇങ്ങനെയുള്ള നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലെ അവയവങ്ങളുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, എല്ലുകളുമായി ബന്ധപ്പെട്ട രോഗം, ഇങ്ങനെയുള്ള നമ്മുടെ ഓരോ അവയവങ്ങളെക്കുറിച്ചൊരു പ്രത്യേക രോഗങ്ങൾ ഉണ്ടാവുമല്ലോ, അത്തരം രോഗങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ല മുജറബായ ഒരു അമല് മഹാന്മാർ പഠിപ്പിച്ചൊരു അമലുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ അതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഈ അമല് ഇത് ജീവിതത്തിലൊന്ന് ചെയ്തു നോക്കുക. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ ഏത് പ്രവർത്തനത്തിലാണ് നമുക്ക് ശിഫാ നൽകുന്നത് എന്നൊരിക്കലും പറയാൻ സാധിക്കില്ലല്ലോ. നമ്മളിപ്പോൾ ഡോക്ടറെ കാണിക്കുന്നു, ആദ്യം ഇംഗ്ലീഷ് മെഡിസിൻ നമ്മൾ കാണിച്ചു, ഒരുപാട് അതിന് ട്രീറ്റ്മെന്റ് എടുത്ത് ഒരുപാട് ക്യാഷ് നാം ചെലവഴിച്ചു, അങ്ങനെയൊക്കെ ചെലവഴിച്ചിട്ട് അതിനൊരു മാറ്റവും വരുന്നില്ല. പിന്നെ നമ്മൾ ആയുർവേദം കാണിച്ചിട്ട് അതിനും മാറ്റം വരുന്നില്ല. നമ്മൾ ചെയ്യേണ്ട രൂപങ്ങളിലെല്ലാം ട്രീറ്റ്മെന്റ് എടുത്ത് മാറ്റമൊന്നും കാണുന്നില്ലെങ്കിൽ നമുക്ക് ഈ ഒരു അമല് ചെയ്തു നോക്കാം. അള്ളാഹു നമ്മുടെ ഏത് പ്രവർത്തനത്തിലാണ് ഷിഫാ വെച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാൻ പറ്റുമോ? ഇപ്പൊ ഡോക്ടേഴ്സിന്റെ അടുത്ത് എല്ലാ രോഗങ്ങൾക്കും ഡോക്ടേഴ്സിന് തന്നെ അത് മാറുമെന്ന് ഉറപ്പ് പറയാൻ പറ്റുന്നുണ്ടോ? അതൊരു 10-100 ആളുകളെ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ, അവരെ ചികിത്സിക്കുമ്പോൾ ഒരു 70-80 ആളുകളുടേത് മാറും. അവിടെയും ഒരു 10-20 ആളുകളുടേത് മാറാതെ ഷിഫയാകാതെ വരുന്നുണ്ട്. അപ്പോൾ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. എല്ലാം രോഗം കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. അതിന്റെ ഷിഫാവും പടച്ച റബ്ബിന്റെ കയ്യിലാണ്. അപ്പോൾ ഡോക്ടർ എത്ര ട്രീറ്റ്മെന്റ് നടത്തിയാലും ഷിഫയാക്കുന്നത് പടച്ച റബ്ബാണ്. അപ്പോൾ ഖുർആൻ കൊണ്ടുള്ള നല്ലൊരു ട്രീറ്റ്മെന്റ് ആണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അത്തരം രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരൊക്കെ ഈ അമല് ജീവിതത്തിൽ ഒരിക്കൽ ചെയ്തു നോക്കാൻ വേണ്ടി ശ്രമിച്ചാൽ ഇൻഷാ അല്ലാഹ് അതിലാണ് റബ്ബ് നമുക്ക് ഷിഫാ കണക്കാക്കിയിട്ടുള്ളത് എങ്കിൽ ആ രോഗം അങ്ങ് മാറിക്കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രോഗങ്ങൾക്ക് ആജിലായ ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. നമുക്ക് വലിയ സന്തോഷം നൽകുന്ന എന്താണെന്ന് ചോദിച്ചാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിന്റെ ഒരു അമല്, വളരെ മുജറബായ ഒരു അമല്, 12,000 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന വലിയ നേട്ടങ്ങളെ കുറിച്ചുള്ള ഒരു അമല് നാം മുമ്പ് പറഞ്ഞിരുന്നു. ഒരുപാട് ആളുകൾ ആ വീഡിയോ ഏറ്റെടുത്തു എന്ന് മാത്രമല്ല, ഒരുപാട് ആളുകൾ അത് ചെയ്തു. 12,000 പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ ഓരോരുത്തർക്കും അതിൻ്റെ അനുഭവങ്ങൾ അറിയാൻ വേണ്ടി സാധിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഇനിയും ഒരുപാട് ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചറിയിച്ചിട്ടുണ്ട്, ഉസ്താദേ എൻ്റെത് ഇത്രയും ആയപ്പോഴേക്ക് എനിക്ക് ആഗ്രഹം സാധിച്ചു എന്ന് പറഞ്ഞിട്ട്. അല്ലാഹുവേ ഇനിയും ഒരുപാട് സന്തോഷ വാർത്ത അറിയിക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. അതിൻ്റെ വീഡിയോ ഈ ചാനലിൽ തന്നെ നിങ്ങൾ താഴേക്ക് പോയി നോക്കിയാൽ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ വീഡിയോയിൽ പറയുന്നത് പോലെ കൃത്യമായി ചെയ്ത ഒരുപാട് ആളുകൾക്ക് അനുഭവമുണ്ട്. ഇപ്പോൾ ഈ വീഡിയോയുടെ താഴെയും അത് ചെയ്ത ആളുകളൊക്കെ അറിയിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രയാസങ്ങളിൽ നിന്നും വലിയ സലാമത്ത് നൽകട്ടെ. ഏതാണ് നമ്മുടെ രോഗങ്ങൾ മാറാൻ വേണ്ടി ചെയ്യേണ്ട അമൽ എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. എല്ലാവരും കൃത്യമായി മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അന്നമൻ അഖദ മിൻ മാഇൽ മത്വർ, ഒരാള് അവൻ മഴവെള്ളം എടുക്കുക, അത് മഴവെള്ളം തന്നെ ആയിരിക്കണം. മഴവെള്ളം എടുക്കുക, എന്നിട്ട് വഖറഅ അലൈഹിൽ ഫാത്തിഹത 70 മറ, 70 പ്രാവശ്യം അതിൽ ഫാത്തിഹ ഓതുക. ആയത്തുൽ കുർസി 70 മറ, 70 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതുക. സൂറത്തുൽ ഇഖ്ലാസ് 70 മറ, വൽ മുഅവ്വിദതൈനി 70 മറ. ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ളത് 70 പ്രാവശ്യം, അതേപോലെ തന്നെ ഖുൽ അഊദു റബ്ബിൽ ഫലഖ് എന്നുള്ളത് 70 പ്രാവശ്യം, ഖുൽ അഊദു റബ്ബിൻ നാസ് 70 പ്രാവശ്യം. അപ്പോൾ ഏതൊക്കെയാണ് ഓതേണ്ടത്? ഫാത്തിഹ, ആയത്തുൽ കുർസി, അതേപോലെ തന്നെ ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു റബ്ബിൽ ഫലഖ്, ഖുൽ അഊദു റബ്ബിൻ നാസ്. ഇത് എല്ലാം 70 പ്രാവശ്യം ഓതിയിട്ട് അതിൽ ഇഷ്ഫി എന്ന് പറഞ്ഞു ഊതുക. വശരിബ മിൻഹു അല ദീഖി 7 അയ്യാമിൻ, അതിൽ നിന്ന് 7 ദിവസം 7 അയ്യാമിൻ മുത്തവാലിയത്തിൻ, തുടർച്ചയായ കണ്ടിന്യൂസ്ലി 7 ദിവസം അതിൽ നിന്ന് വെള്ളം കുടിക്കുക.
അപ്പൊ 7 ദിവസം എന്ത് ചെയ്യണമെന്നില്ല, മഴവെള്ളം ശേഖരിച്ച് ഇങ്ങനെ ഫാത്തിഹ ഓതണമെന്നില്ല. ഒരു പ്രാവശ്യം മഴവെള്ളം ശേഖരിച്ചു വെക്കുക. ശേഖരിച്ചു വെച്ച് അതിലേക്ക് 7 ദിവസം ചെയ്യാനുള്ള അത്രയും വെള്ളമെടുത്ത് സൂക്ഷിക്കണം. എന്നിട്ട് അതിലേക്ക് ഈ പറഞ്ഞതുപോലെ ഓതിയിട്ട് ആ വെള്ളം എടുത്തു വെക്കുക. എന്നിട്ട് 7 ദിവസം അതിൽ നിന്ന് ഒരു മെഡിസിൻ പോലെ അത് കുടിക്കുക. അല്ലാഹു തആല യദ്ഫഉ അൻഹു കുല്ല ദാഇൻ ഫി ജസദിഹി, അവന്റെ ശരീരത്തിലുള്ള എല്ലാ രോഗങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു അമല് കാരണമായിട്ട് അല്ലാഹു അവനെ ശിഫയാക്കി കൊടുക്കും. ഏതെല്ലാം രോഗങ്ങളാണ്? അസ്വാബഹു മിൻ ലഹ്മിഹി വദമിഹി വഉറൂഖിഹി വജമീഇ അഅ്ളാഇഹി, അവന്റെ എല്ലാ ശരീരത്തിന്റെ ഭാഗങ്ങളിലുമുള്ള അവയവങ്ങളിലുള്ള അവന്റെ എല്ലുകളിലുള്ള സകല രോഗങ്ങൾക്കും റബ്ബ് സുബ്ഹാനഹു വ തആല ശിഫയാക്കും. ഞാൻ നേരത്തെ വിട്ടുപോയൊരു ഭാഗമുണ്ട്, വദമിഹി, അവന്റെ രക്തത്തിൽ കലർന്നിട്ട ചില രോഗങ്ങളൊക്കെ ഉണ്ടാകും. ആ രോഗങ്ങൾ വരെ ഇത്തരം അമലുകളെ കൊണ്ട് പൂർണ്ണമായും ശിഫയാകുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. അപ്പൊ ഈ ഒരു അമല് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ വലിയ പ്രതിഫലം, വലിയ ഫലം ലഭിക്കുന്ന, നല്ല റിസൾട്ട് ലഭിക്കുന്ന ഒരു നല്ല അമലാണ് ഈ ഒരു അമല്. കഴിയുന്നവരൊക്കെ ഇത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക. ഒരൊറ്റ പ്രാവശ്യം ചെയ്താൽ മതി. എപ്പോഴും ഓർമ്മപ്പെടുത്തുന്നു, നാം ഇത്തരം അമലുകൾ ചെയ്യുമ്പോൾ, നാം ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ അമലുകൾ കൃത്യമായി ഫലിക്കണമെങ്കിൽ 5 വഖ്ത് നിസ്കാരം ജീവിതത്തിൽ നിലനിർത്തണം. അതേപോലെ തന്നെ നാം ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കണം. അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കണം. അതേപോലെ തന്നെ നമ്മുടെ മക്കളെ വളർത്തണം. ഇങ്ങനെ തുടങ്ങിയ വിഷയങ്ങളൊക്കെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ ചെയ്ത് റബ്ബിന്റെ നോട്ടം നമ്മിലേക്ക് ഉണ്ടാകണം. അങ്ങനെ നാം ഈ ഒരു അമല് ചെയ്യുന്നു. ഈ അമല് ചെയ്യുന്നതോടുകൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ രോഗങ്ങളെ ശിഫയാക്കാൻ അത് കാരണമാക്കുന്നു. അള്ളാഹു നമ്മുടെ രോഗങ്ങൾക്കൊക്കെ വലിയ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ഈ അടുത്തും അല്ലാതെയുമായി വിവിധങ്ങളായ വിഷയങ്ങൾ നാം ഈ വീഡിയോയിൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ, ഇതിൻ്റെ തൊട്ട് മുമ്പ് കുറച്ച് വീഡിയോസ് നാം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ ഒരുപാട് ആളുകൾ പറഞ്ഞ അതുപോലെ അമലുകൾ ചെയ്തപ്പോൾ അവർക്കൊക്കെ ലഭിച്ച വലിയ സന്തോഷങ്ങൾ അവൾ വിളിച്ചറിയിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും വലിയ സലാമത്ത് നൽകട്ടെ. ബുദ്ധിമുട്ടുകളിൽ നിന്ന് വലിയ രക്ഷ റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വീടില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹുവേ, നല്ല റാഹത്തുള്ള സന്തോഷമുള്ള വീട് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഒരുപാട് അമലുകൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചവർ ചെയ്തവർ അല്ലാഹുവേ, അവർക്കൊക്കെ നല്ല റിസൾട്ട്, നല്ല ഫലം നീ നൽകണം അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹു എല്ലാവർക്കും വലിയ റാഹത്ത് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.